ഹായ് കൂട്ടുകാരെ, ഉഗ്രൻ പണി വരുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആവാറായോ? വാച്ച് അവർ കുറവാണോ? നമുക്ക് വാച്ച് അവർ കൂട്ടണ്ടേ? ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. എങ്കിൽ വരൂ, നമുക്ക് വീഡിയോ കാണാം. ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്, എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങളത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ 1-2 മാസത്തിനകത്ത് വെച്ച് തന്നെ നമ്മളെ വാച്ച് അവർ കംപ്ലീറ്റായി നമുക്ക് മോണിറ്റൈസേഷനാക്കി എടുക്കാൻ പറ്റും. അടുത്ത 2027 ഫെബ്രുവരി 1 ആകുമ്പോഴത്തേക്ക് നമുക്ക് മോണിറ്റൈസേഷന് പാടാണ്. 8000 വാച്ച് അവർ, 20 മില്യൺ വ്യൂസ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അതിനകത്ത് വെച്ച് തന്നെ നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാച്ച് അവർ കയറ്റുക, നിങ്ങൾ മോണിറ്റൈസേഷനാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ വാച്ച് അവർ കയറും. അപ്പം നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്ത് നമുക്ക് വാച്ച് അവർ കൂട്ടാം. അപ്പം എങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണം? സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റീയൂസ്ഡ്, റീകണ്ടൻറ്റ്, കോപ്പിറൈറ്റ് ഇതൊന്നും വരാതെ നമുക്ക് എങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതുപോലെ ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാലറിയിൽ നമ്മളത് സേവ് ചെയ്യുക. അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കിയെന്ന് വെച്ചാൽ ട്രാഫിക് നിയമങ്ങളും അത് ലംഘിച്ചാലുള്ള പിഴയും എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ തുകകളൊക്കെ എഴുതി ഒരു പോസ്റ്റർ ഞാൻ തയ്യാറാക്കി. ഈ പോസ്റ്റർ നമ്മൾ ഗ്യാലറിയിൽ സെറ്റ് ചെയ്തിട്ട് അത് ഹെഡിങ്ങിൽ വയ്ക്കുക. കാരണം ആൾക്കാർക്ക് അത് വായിക്കുക. അപ്പോൾ ആൾക്കാർ അത് നിന്ന് വായിക്കും. അപ്പോൾ കുറേ ആൾക്കാർ അതിൽ വാച്ച് ചെയ്ത് ഒരുപാട് പേര് നിൽക്കും. ചിലപ്പം 10,000, 15,000, 25,000, 30,000 വ്യൂസൊക്കെ ആൾക്കാർ വന്ന് നിൽക്കും. അത് നമ്മളെ ഇത് കണക്കിരിക്കും. നമ്മൾ ചെയ്യുന്ന ആ പോസ്റ്ററിൻ്റെ ഇത് കണക്ക് ഇരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പോസ്റ്റർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഷെയർ ചാറ്റിൽ നിന്നൊന്നും ഒരു ഗുഡ് മോർണിംഗ് പോലും, ഒരു പൂവിൻ്റെ പടം പോലും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഗ്യാലറിയിലിട്ടിട്ട് നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യരുത്. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഷോട്ടിൽ കയറി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു പോസ്റ്റർ തയ്യാറാക്കി അതിനകത്ത് മോജ് കൊടുത്ത് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ടൊക്കെ നമ്മൾ വീടിൻ്റെ പരിസരത്ത് പൂവും ചെടികളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അത് മാത്രമേ യൂട്യൂബ്. അങ്ങനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്ന ഫോണ്, ഈ ഫോണിനകത്ത് ഉള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഓഫ് ചെയ്തിടുക. ഫേസ്ബുക്ക് വാട്സപ്പ്, IMO അങ്ങനെയൊക്കെ വരുന്ന കോളുകൾ വരത്തില്ലേ നമുക്ക്, ആ കോളുകൾ വരുന്ന ആ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്തിടുക. അതേപോലെ സെറ്റിങ്സിൽ പോവുക. നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫോണ് സെറ്റിങ്സിൽ കയറിയിട്ട് ടൈം ആൻഡ് വൈബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ഓൺ ചെയ്തിടുക. അപ്പോഴത്തേക്ക് നമ്മളെ ഈ സ്ക്രീൻ കാസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇത് ലൈവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കാണാൻ പറ്റത്തില്ല. അപ്പം മസ്റ്റായിട്ട് അത് ചെയ്യുക. അങ്ങനെ ഒരു നമ്പർ വരികയാണെങ്കിലോ മറ്റുള്ളവരുടെ ഫോൺ നമ്പരോ അവരുടെ എന്തെങ്കിലും ഐഡിയൊക്കെ നമ്മൾ ലൈവിലൂടെ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബിന് അവരുടെ ബൈലോയ്ക്ക് എതിരാണ്. നമ്മൾ ആ വീഡിയോ തന്നെ, നമ്മൾ ആ ലൈവ് തന്നെ അവർ കട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? അപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാൻ അറിയത്തില്ല, ഇൻഷോട്ടിൽ കയറിയിട്ട് നമുക്ക് കുറേ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് കുറേ കളർ കൊണ്ടുവന്ന് അതൊക്കെ ഭയങ്കര സമയമെടുക്കും, ഭയങ്കര പാടാണ്. അപ്പോഴും നമുക്ക് എന്തെങ്കിലും എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു കാര്യം അതാണ്. നമ്മൾ ജെമിനി, ChatGPT പോലുള്ള ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ചെയ്യാമെന്നുള്ളതെല്ലാം നിങ്ങളെ സംശയങ്ങളെല്ലാം നമ്മൾ അവരുടെ അടുത്ത് അതിൽ പോയിട്ട് ആ ആപ്പിൽ പോയിട്ട് നമ്മൾ മലയാളത്തിൽ വോയിസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ തരും. അവർ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാര്യം എനിക്ക് അങ്ങനെ ഒരുപാട് ഉപകാരപ്പെട്ടതുകൊണ്ടും എനിക്ക് ഒന്നും അറിയാത്ത എനിക്ക് ഇത്രയും എനിക്ക് ആക്കാൻ പറ്റിയത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ
അവിടെ പറയുക, എനിക്കൊരു പോസ്റ്റർ തയ്യാറാക്കി തരൂ, സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഉപയോഗിക്കാനാണ്. എന്തെങ്കിലും നിങ്ങളൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക. അതൊരു കളർഫുള്ളായിട്ടുള്ള നല്ല പടമൊക്കെ കൊടുത്തിട്ട് എന്താണ് അക്ഷരങ്ങൾ കുറച്ച് വലിയ അക്ഷരത്തിൽ നമ്മൾ ലൈവിൽ വരുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അക്ഷരങ്ങളൊക്കെ നല്ല ടിപ്പുകളൊക്കെ കൊടുത്തിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലൊരു പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കി തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനടുത്ത് അതൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് വലുതായി വരും. അപ്പോഴത്തേക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഇൻഷോട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനകത്ത് മോജികൾ എന്തെങ്കിലും കൊടുക്കുകയോ നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മളെ ഫേസും വോയിസും മസ്റ്റായിട്ടും കൊടുത്തിരിക്കുക, ഉറപ്പായിട്ട് കൊടുക്കണം. അപ്പം നമ്മളെ സ്വന്തം ലൈവായി, വേറെ ആരുടെയല്ല, സ്വന്തം കണ്ടൻറ്റായി. അതായത് ഫേസ് കൊടുക്കുക, വോയിസ് കൊടുക്കുക. നിങ്ങൾ അത് കട്ട് ചെയ്യരുത്, അത് ഓഫാക്കരുത്. പിന്നെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യാൽ. പക്ഷേ കണ്ടിന്യൂ നമ്മൾ മൈക്കും ഓഫ് ചെയ്ത് ക്യാമറയും ഓഫ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യരുത്. അതൊന്നും അവർ അംഗീകരിക്കത്തില്ല. അത് മോണിറ്റൈസേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് റിപ്പീറ്റഡ് വരും, റീയൂസ്ഡ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നിങ്ങളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. സ്ക്രീൻ കാസ്റ്റ് എങ്ങനെ ചെയ്യാം അത് അറിയാവുന്ന കുറേ പേര് കാണും, അറിഞ്ഞൂടാത്തവർ ഒരുപാട് പേരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. വരും. ഇതുവരെ നമ്മൾ ലൈവ് ഓൺ ആക്കിയിട്ടുണ്ട്, കണ്ടോ, ലൈവ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്ന അറിയാമല്ലോ, നമ്മൾ ആ പെൻസിൽ ബട്ടണിൽ നമ്മൾ ഞെക്ക് ചെയ്യുക, കണ്ടോ, ഞെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത നമുക്ക് ടൈറ്റിൽ ഇവിടെ എന്തിനാന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് വിഷയമായിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത് അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അവിടെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് തണ്ട സെലക്ട് ഓഡിയൻസിൽ വന്നിട്ട് അവിടെ ടച്ച് ചെയ്യുക, കണ്ടോ, അവിടെ നമ്മൾ നോ കൊടുക്കുക. അവിടെ നോ കൊടുത്തു, ഇപ്പം മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ വരിക, മുകളിൽ ആരോ മാർക്കും ബാക്കിൽ, എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോവുക, കണ്ടോ. അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കാണിക്കുന്നത്, സ്ക്രീൻ കാസ്റ്റ് കാണിക്കുന്നുണ്ട്, കണ്ടോ. അത് നമ്മൾ ഓണാക്കി കൊടുക്കുക, സ്ക്രീൻ കാസ്റ്റ് ഓണാക്കി കൊടുക്കുക. ഓക്കെ, അത് ഓണായി, സ്ക്രീൻ കാസ്റ്റ് ഓണായി. അടുത്ത എന്തിനാണ്, നെക്സ്റ്റ് കൊടുക്കുക. ഗോ ഇറ്റ് കൊടുത്ത് കണ്ടോ. അടുത്തത് സ്റ്റാർട്ട് നൗ വന്നു. അപ്പോൾ അതാ ഇങ്ങനെ വരും, കണ്ടോ. സ്റ്റാർട്ട് നൗ വരുമ്പോൾ ഇങ്ങനെ വരും. നമ്മളെ താഴെ നമ്മളെ റൗണ്ടിൽ എൻ്റെ പടവും ഇത് കണ്ടോ, ഇങ്ങനെ വന്നു. മുകളിൽ നോക്കൂ, ക്യാമറ, നമ്മളെ വോയിസ് കൊടുക്കുന്നത്, സെറ്റിങ്സ്, നമ്മളെ മെസ്സേജ്, പിന്നെ നമുക്ക് ഗോ ലൈവ് കൊടുക്കാനുള്ള ഓപ്ഷൻ. വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെല്ലാം വന്നേ, ഇത്രയും കണ്ടല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മളെ ഗ്യാലറിയിലോട്ട് പോവുക. നമ്മളിപ്പോൾ ഇതിനകത്ത് ഗ്യാലറി കാണിക്കുന്നില്ല, അപ്പം നമ്മൾ എന്ത് വേണം, നമ്മളെ ഈ പിക്ചറിൽ ഒന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് ഗ്യാലറി വരും. മുകളിൽ ഗ്യാലറി വന്നു, ആ ഗ്യാലറിയിൽ പോവുക. ഓക്കെ, ഗ്യാലറി വന്നു. ഗ്യാലറി വന്ന് നമ്മൾ ഏതെങ്കിലും ഇവിടെ ഞാൻ വെറുതെ ഒരെണ്ണം കൊടുക്കുക. കൂട്ടുകാരെ, ഇതിപ്പം നമ്മൾ ഗ്യാലറിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കി, ആ പോസ്റ്ററാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാനിപ്പോൾ അതിൽ കിടന്നൊരു ഫോട്ടോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് വേണം, അടുത്ത നമ്മളെ ഈ പ്രൊഫൈൽ നമ്മൾ ഇത് കാണുന്നില്ലേ, ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോളി ഇങ്ങനെ വന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ട, ഗോ ടു ലൈവിൽ പോയാൽ മതി. കിടക്കുന്ന ഗോ ടു ലൈവിലോട്ട് പോവുക. നമ്മളെ ലൈവ് സ്റ്റാർട്ട് ആവുന്നതാണ്. പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്യാമറ ഓണാണ്, മൈക്ക് ഓണാണ്, ഈ മെസ്സേജിൻ്റെ അത് ഓഫാണ്. ഇതിങ്ങനെ തന്നെ ചെയ്യണം, കണ്ടോ. ഇത് ഒരിക്കലും ഓഫാക്കരുത്, ഇത് ഓണായി തന്നെ കിടക്കണം. നിങ്ങൾ ലൈവ് ഇട്ടിരിക്കുമ്പോൾ നിങ്ങളെ ഫേസ്, എൻ്റെ ഫേസ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഫേസ് കൊടുത്ത് തന്നെ ചെയ്യണം. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം. അപ്പോൾ ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇത് ക്ലിയർ ആണോ കൂട്ടുകാരെ? അപ്പോഴേ വീഡിയോ ഇഷ്ടമായോ? കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക്, സബ്, കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്ന് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. പലരും പല അഭിപ്രായങ്ങളും പറയും, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, സ്ക്രീൻ കാസ്റ്റ് ചെയ്താൽ. അങ്ങനെ ഒന്നുമില്ല. ഞാൻ സ്ക്രീൻ കാസ്റ്റ് ചെയ്താണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയത്.
പക്ഷേ എനിക്ക് ആദ്യം മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് റിജക്റ്റായി. കാര്യം റിപ്പീറ്റഡ് റീയൂസ്ഡ് വന്നു. കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിതുപോലെ ഫോട്ടോയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വരാതെ നോക്കുക. അതല്ലാതെ സ്ക്രീൻ കാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്കത് ഓക്കെ ആയി വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷനാക്കി എടുക്കാൻ നോക്കുക. വാച്ച് അവർ കയറ്റുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വോയിസും ഫേസും കൊടുക്കണം. അത് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. വോയിസും ഫേസും കൊടുത്ത് തന്നെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണം കേട്ടോ. അത് മറന്നു പോകരുത്. ഓക്കേ.